നമസ്കാരം. ഭാരതീയം ചാനലിൻ്റെ ഇതെന്തു വാർത്ത എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഈ പുത്തൻ പെണ്ണ് പുറപ്പുറം തൂക്കും എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പുതിയ പെണ്ണ്, അതുപോലെ പുതിയ പെണ്ണായിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴേ ശ്രീമാൻ വി.ഡി. സതീശൻ പുറപ്പുറം തൂത്തു തുടങ്ങി. നമ്മളെല്ലാവരും വീഡിയോയിൽ കൂടെ കണ്ടതാണ്. ഈ പ്രചരണ വീഡിയോകൾ, പ്രചരണ കാലത്തുള്ള ആ വാർത്തകളിൽ നമ്മൾ കണ്ടതാണ്. ശ്രീമാൻ വി.ഡി. സതീശൻ, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വോട്ട് പിടിക്കാനായി അദ്ദേഹം വീട് വീടാന്തരം, നാട് നാടാന്തരം, ദേശാന്തരങ്ങളിൽ കറങ്ങി നടന്നു. അന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു വോട്ട് കിട്ടാൻ. വായി തോന്നിയതെന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വനിതാ രത്നങ്ങളെ ഒന്ന് കയ്യിലെടുക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു നമ്പർ ഇറക്കി. മുഖ്യമന്ത്രി ആവുമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു എന്ന് അദ്ദേഹം പോലും വിചാരിച്ചില്ല. കാരണം നമ്മൾ കണ്ടതാണ്, UDF-നകത്ത് മുഖ്യമന്ത്രിയായി ആര് വരണമെന്ന് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മൾ തീരുമാനിക്കും UDF-ന്റെ മുഖ്യമന്ത്രി ആരെന്ന്. നമ്മൾ കണ്ടതാണല്ലോ. നിമിഷ നേരം കൊണ്ട് അവർ 10-20 ദിവസം എടുത്ത് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയാണ്. അതെല്ലാ ബസ്സിലും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തീർത്ഥയാത്രയ്ക്ക് പോകാം, ടൂറ് പോകാം. അപ്പോൾ ഇത്തരത്തിലൊക്കെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തീർത്ഥയാത്രയും ടൂറും ഒക്കെ പോകുന്നത്, വിനോദയാത്രയൊക്കെ പോകുന്നത് ഓർഡിനറി ബസ്സിലാണോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. കാരണം എന്തെന്നറിയോ, ഒരു ഓർഡിനറി ബസ്സിൽ കയറിയാൽ കൂടിപ്പോയാൽ ഒരു 10-15 കിലോമീറ്റർ യാത്ര ചെയ്യാം. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഓർഡിനറി ബസ് ഏതുവരെ പോകും അതുവരെ യാത്ര ചെയ്യാം. പക്ഷേ മുഖ്യമന്ത്രി അന്ന് നമുക്ക് തന്ന വാക്ക്, മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് നമ്മുടെ സ്ത്രീകൾക്ക് കൊടുത്ത വാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് ബസ്സിലും സൗജന്യമായി, പൂർണ്ണമായും സൗജന്യമായി നിങ്ങൾക്ക് സഞ്ചരിക്കാം. എന്ത് പറ്റി? സ്ത്രീകളെല്ലാം വോട്ട് കൊടുത്തു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ആദ്യത്തെ 15 ദിവസം കഴിഞ്ഞു, ആദ്യത്തെ 15 കഴിഞ്ഞു, രണ്ടാമത്തെ 15ആയി. ഇന്നിതാ പറഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യമായി സഞ്ചരിക്കാം. അപ്പോൾ ഒരു ചോദ്യം വന്നു, അപ്പോൾ ഒരു ഉത്തരവും വന്നു. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്കാണ് ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതാരെങ്കിലും ശ്രീമാൻ വി.ഡി. സതീശനോടോ അല്ലെങ്കിൽ UDF-നോടോ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ? നിങ്ങൾ അധികാരത്തിൽ വരണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ മിസ്റ്റർ വി.ഡി. സതീശൻ അല്ലെങ്കിൽ UDF? അല്ല, ഇത് അങ്ങോട്ട് പറഞ്ഞതാണ്. ഈ തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ? കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഈ ഓർഡിനറി ബസ്സിൻ്റെ കാര്യം തന്നെ വന്നത് ഒരു ചെറുത്തു നിൽപ്പാണ്. കാരണം LDF ഇതിനോടകം തന്നെ സമരം തുടങ്ങി, BJPയും സമരം തുടങ്ങി. എവിടെ ഞങ്ങളുടെ സൗജന്യ യാത്ര? അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ഒരു ഓർഡിനറി ബസ് സൗജന്യ യാത്ര തൽക്കാലം സ്ത്രീകൾക്ക് സൗജന്യമായി അനുവദിക്കുന്നു. ഇതൊരു തണുപ്പൻ തുടക്കമാണ്. വി.ഡി. സതീശൻ മാത്രം ഇപ്പോൾ സ്കൂൾ തുറന്നതുകൊണ്ട് കുട്ടികളുടെ പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന
പല ചടങ്ങുകളും സർക്കാർ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതാത് സ്ഥലങ്ങളിലെ ചുമതലയുള്ള മന്ത്രിമാരുമൊക്കെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് ജയിച്ച് മന്ത്രിയായ അല്ലെ MLA ആയി മന്ത്രിയായ ആൾക്കാരൊക്കെ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റൊരു മന്ത്രിമാരെയും കാണാനില്ല, ഒരു വകുപ്പുകളുടെ കാര്യം കേൾക്കാനുമില്ല. നമുക്കറിയാം, ഇവർ ഭരണത്തിൽ കയറി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായപ്പോൾ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ധവളപത്രം ഇറക്കി. ശ്രീമാൻ തോമസ് ഐസക്, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, പറയുന്നു ധവളപത്രം ഇറക്കിയത് AI സഹായത്താലാണെന്ന്. അപ്പോൾ VD സതീശൻ തിരിച്ചു ചോദിക്കുന്നു, അതെന്താ ധവളപത്രം ഇറക്കാൻ AI ടൂള് ഉപയോഗിക്കാൻ പാടില്ലേ? നിങ്ങൾ AI ടൂൾ ഉപയോഗിക്കുകയോ AI അല്ലാത്ത ടൂൾ ഉപയോഗിക്കുകയോ ചെയ്തോളൂ. പക്ഷേ പറഞ്ഞ വാക്കുകൾ കേരള ജനതയോട് പറഞ്ഞ് വോട്ട് പിടിച്ച് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകൾ പാലിക്കണം. അതിനുള്ള നട്ടൽ ഉണ്ടാവണം മിസ്റ്റർ VD സതീശൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇല്ലെങ്കിൽ നാളുകളിൽ ജനം തെരുവിലിറങ്ങും. നമുക്കറിയാം, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവും പകലും മഴയത്തും വെയിലത്തും ഒരുപാട് സ്ത്രീകൾ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടു. മറ്റാരുമല്ല, ആശാ വർക്കേഴ്സ്. ഇടതുപക്ഷ ഗവൺമെൻറ് തിരിഞ്ഞു പോലും നോക്കിയില്ല. അവര് ചെറിയ 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 മീൻമുള്ളുകൾ ഇട്ടുകൊടുത്തു. പക്ഷേ ആശാ വർക്കർമാർ സമരം നിർത്തിയില്ല. അവിടെ ആരെത്തി? ശ്രീമാൻ VD സതീശൻ അവിടെ പാഞ്ഞെത്തുന്നു. എത്തിയതിനു ശേഷം ഒരു മോശമല്ലാത്ത തുക പ്രഖ്യാപിക്കുന്നു. ആ മോശമല്ലാത്ത തുക എവിടെ? അപ്പോ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് ആലോചിക്കുക. താങ്കൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അധികാരം കിട്ടാനായി വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ മുഖ്യമന്ത്രിയുടെ മേലങ്കി അണിഞ്ഞ് ഭരണത്തിൽ ഏറുമ്പോൾ താങ്കൾ മറക്കരുത്, താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി കൃത്യമായിട്ട് പാലിക്കണം. ഇപ്പോൾ താങ്കൾ പറയുന്ന ഒരു അഴകുഴഞ്ഞ ന്യായമുണ്ട്. എല്ലാ തീരുമാനങ്ങളും കൂടെ ഒരുമിച്ചെടുക്കാൻ ഒരാൾക്ക് പറ്റുമോ? ഒരു ഗവൺമെൻറ്റിന് പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തീരുമാനിച്ച ഗവൺമെൻറ് വേറെ ഉണ്ടോ? ഇത്രയും കാര്യങ്ങളല്ല, ഇതിനേക്കാൾ കാര്യങ്ങൾ തീരുമാനിച്ച ഗവൺമെൻറ് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഗവൺമെൻറ്റുമുണ്ട്, LDF ഗവൺമെൻറ്റുമുണ്ട്. പക്ഷേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 15-ാം തീയതി മുതൽ KSRTCയിൽ ഓർഡിനറി ബസ്സുകൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും പറഞ്ഞത് കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കുക. അടുത്ത എപ്പിസോഡിൽ അടുത്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.